Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Good ma'am. afternoon, Miss. Good afternoon. Prayer എല്ലാം കഴിഞ്ഞിരുന്നോ? ഇല്ല മിസ്, ഞാൻ ഇല്ല, miss കഴിഞ്ഞിട്ടില്ല. പ്രയർ പറയാം. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ ലോകങ്ങൾക്കു ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിൻ ഏകാധിപനെ നിയമതാരാധിപ്പു ഞങ്ങൾ അങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയെ കൂപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗദൃഷ്ടർത്തൻ വഴിയിലുമല്ല. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വര തിരുനാമത്തിൽ ലോകങ്ങൾക്കു ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു സർ. Good afternoon, ma'am. Yes, good afternoon. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ല മാം, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. Okay. Yes. Respected Jisha ma'am, a warm welcome to our class. We are grateful for your presence and look forward to learning from you. And I also welcome to my dear friends into the class. Thank you. Thought of the day പറയട്ടെ മാം. പറയൂ. Dream is not that which you see while sleeping. It is something that does not let you sleep. വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേടുന്നത് വരെ മനസ്സിന് വിശ്രമം കിട്ടില്ല. ആ ഉറക്കം കളയുന്ന സ്വപ്നമാണ് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. APJ അബ്ദുൽ കലാം. Okay friends, so once again a very good afternoon to all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? റെക്കോർഡിനെ കുറിച്ചാ പറഞ്ഞത്. റെക്കോർഡിനെ പറ്റി പറഞ്ഞു. ഞാൻ പോയി, ലെഫ്റ്റ് ആയല്ലോ. സോറി, എന്റെ കൈ തട്ടി, അതങ്ങോട്ട് എന്താ പറയാ, ലീവായി. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. ഞാൻ എത്ര റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു? രണ്ടാമത്തെ റെക്കോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മാം. അത് തീർന്നിട്ടില്ല? ഇല്ല മാം. അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അല്ലേ? അതായിരിക്കും നല്ലത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അതിന്റെ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ.
ഓക്കെ, എവിടം വരെ ആയിരുന്നു എന്ന് പറയൂ, എവിടം വരെ പറഞ്ഞു എന്ന് പറയും. ഡിഫറൻസ് വരെ മാം. ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ ദ പിക്ചേഴ്സ്. there are 5 differences. അതാണോ? അതെ മാം, അതെ. അതെ. എന്റെ പിക്ചറിൽ 4 ഡിഫറൻസസ് ആണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 5 എന്നൊരു നമ്പർ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പിക്ചറിൽ 3 ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ അത് 3 ആക്കുക, 4 ആണെങ്കിൽ 4 ആക്കുക, 5, 6 എത്രയാണോ ഡിഫറൻസസ് ഉള്ളത്. അതായത് നമ്മൾ നമ്പർ കൊടുക്കുന്നതിന്റെ കാരണം കുട്ടി ചിലപ്പോ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ ചിലപ്പോൾ 5 ഡിഫറൻസസ് ശരിക്കും ഉണ്ട്, ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ 3 തന്നെ കണ്ടുപിടിച്ചുള്ളൂ. അപ്പൊ 5 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് നോക്കാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ പിക്ചർ ഒബ്സർവ് ചെയ്യും, അല്ലെ? അപ്പൊ അവരുടെ ആ ഒരു പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഒക്കെ കൂടും. നമ്മൾ ആ നമ്പർ കൊടുക്കുമ്പോൾ ആ നമ്പർ കിട്ടുന്നവരെയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് കൊടുത്തത്. ഞാൻ ഇതുപോലത്തെ ഒരു പിക്ചറാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് 4 ഡിഫറൻസസ് ആണ് ടോം ആൻഡ് ജെറിയുടെ. അടുത്തത് ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യും. ഇതുപോലെ ഒരു സിമ്പിൾ പിക്ചറാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്പർ കൗണ്ടിങ് കറക്റ്റ് അറിയാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ആ കുട്ടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്താണ്. ശരിക്കും കംപ്ലീറ്റ് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് നമ്പർ മാത്രം കാണിച്ചാൽ മതി പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിൽ. അപ്പോ നമ്പർ നല്ല പോലെ കൗണ്ടിങ് അറിയാവുന്ന കുട്ടികളും നമ്പർ ഫെമിലറൈസേഷൻ, അതായത് കണ്ടു കഴിഞ്ഞാൽ 7 കണ്ടു കഴിഞ്ഞാൽ 7 ആണെന്ന് നല്ല പോലെ മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾ, കൗണ്ടിങ്ങും ഫെമിലറൈസേഷനും കറക്റ്റ് ആയ കുട്ടികൾക്ക് വേണം ഇത് കൊടുക്കാനായിട്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർക്ക് ആ നമ്പർ ഫെമിലറൈസേഷനും കൗണ്ടിങ്ങും തറവായിട്ടില്ല. അപ്പൊ നമ്മളത് തറവാക്കാനുള്ള മറ്റ് ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുപോകണം. ഇത് തന്നെ നമുക്ക് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ കൊടുത്ത് ഇതുപോലെ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം ആ ഒരു ആൽഫബറ്റ്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ. ഓക്കെ, പിന്നെ വേറെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ പിക്ചറിന്റെ പേരെന്താണോ, ഫോർ എക്സാമ്പിൾ ഡിയർ എന്നുള്ള ഒരു പിക്ചർ ആണെങ്കിൽ നമുക്ക് ഡിയറോ അല്ലെങ്കിൽ ഫ്ലവർ ആയിരിക്കും നല്ലത്. ഡിയറിൽ അധികം ലെറ്റേഴ്സില്ലല്ലോ. അപ്പൊ ആ ലെറ്റേഴ്സ് വെച്ചിട്ട് പിക്ചർ വരയ്ക്കാം. ശരി, അതിന്റെ ഔട്ട്ലൈനിൽ ആ ലെറ്റേഴ്സ് ആയിരിക്കണം. അപ്പൊ ലെറ്റേഴ്സ് ജോയിൻ ഫ്ലവർ ആന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഫ്ലവറിന്റെ സ്പെല്ലിംഗ് അവർക്ക് അറിയാമെങ്കിൽ അവർ ആ ലെറ്റേഴ്സ് ജോയിൻ ചെയ്ത് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ആ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യാം. ആദ്യം സിമ്പിൾ ആയിട്ട് കൊടുക്കുക. കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സിമ്പിൾ കൊടുക്കണം. ആദ്യം സിമ്പിൾ ടു കോംപ്ലെക്സ് ആണ്. ആ ഒരു രീതിയിലായിരിക്കണം ലേണിംഗ് പ്രോസസ്സ് പോകേണ്ടത്. സിമ്പിൾ ടു കോംപ്ലെക്സ്. ഓക്കെ, അത് എത്ര എണ്ണം ഒരു പിക്ചർ മതിയാവോ നമുക്ക് ചെയ്യണ്ടേ? നമുക്കിത് നമ്മുടെ റെക്കോർഡ് എന്ന് പറയുന്നത് റെഫറൻസ് ആണ്. നമ്മൾ ഇതിനകത്ത് ഒരെണ്ണേ നമ്മൾ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ കൊടുക്കുള്ളൂ. കുട്ടികൾക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ എത്ര കുട്ടികളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ മാം. നമ്മുടെ റെക്കോർഡ് ബുക്ക് നമുക്കൊരു റെഫറൻസ് ആണ്, നമ്മുടെ ഒരു എൻസൈക്ലോപീഡിയ പോലെ. അത് നമ്മൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്ത് ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടും ഓരോന്നിനും. അതിൽ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് പുതിയത് ഉണ്ടാക്കി കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഫിൽ അപ്പ് ദി മിസ്സിംഗ് ലെറ്റർ ആണ്. വേർഡ്സ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ അത് ഈ ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിക്കാം. ഇനി ഇത് തന്നെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പിക്ചേഴ്സും കൊടുക്കാം. ഇത് മിസ്സിംഗ് ലെറ്റർ അവർ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് എന്ത് വേർഡാണോ കിട്ടിയത് അത് തന്നിരിക്കുന്ന പിക്ചറിൽ ഏതാണെന്ന് അവര് ടച്ച് ചെയ്ത് കാണിക്കുവോ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യണം. ടിക്ക് ചെയ്യുവോ എന്താണ് ആ രീതിയിലൊക്കെ മാറ്റാം. ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യിക്കും. പിന്നെ അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അത് ചെയ്യേണ്ടതല്ല, വീട്ടിൽ കുട്ടികൾ അത് ചെയ്തു വെച്ചതാണ്. അപ്പൊ അവർ അവരുടെ ചുറ്റുപാടും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യുമ്പോൾ. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, അത് കണ്ടില്ലായിരുന്നേ. മിസ്സിംഗ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കത്തെ ലെറ്റേഴ്സ് എഴുതുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ലെറ്റേഴ്സ് എഴുതും അല്ലേ? ഒറ്റ ലെറ്ററേ ഉള്ളൂ കേട്ടോ. ഒരു ലെറ്റർ. ഓക്കെ. കാരണം ചെറിയ ക്ലാസ്സിലെ കുട്ടികളല്ലേ, പല അവിടെ ഇവിടെയൊക്കെ ലെറ്റർ മിസ്സിംഗ് അങ്ങനെ കൊടുക്കാനുള്ളതായിട്ടില്ല.
അങ്ങനെ ആവുന്ന സമയത്ത് അത് ചെയ്യാം. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ മാച്ച് ദ ഫോളോയിങ്. ഇനി പിക്ചർ കൊടുത്തിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് സ്റ്റോറി പറയിക്കുന്ന ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അത് ഒറ്റ പിക്ചർ ആയിരുന്നു. ഇത് കുറെ സീക്വൻസിൽ 4-5 പിക്ചേഴ്സ് ഉണ്ടായിരിക്കും സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആ രീതിയിൽ ഞാൻ എനിക്ക് കിട്ടിയ ഒരു സ്റ്റോറിയിലെ പിക്ചർ കളക്ട് ചെയ്ത് എടുത്തു. അപ്പൊ അങ്ങനെ ആ പിക്ചർ കാണുമ്പോൾ ഒരു സീക്വൻസിൽ കുട്ടികൾ ഉണ്ടാക്കും. മറ്റേ ഒരു പിക്ചർ ആവുമ്പോൾ പല കുട്ടികൾക്കും പല ഇമാജിനേഷൻ ആയിരിക്കും. കുറെ പിക്ചർ കണക്ട് ചെയ്ത് വരുന്നതാവുമ്പോൾ എല്ലാവരും ഏകദേശം ഒരുപോലെയൊക്കെ ചിലപ്പോൾ പറയും. നല്ല ക്രിയേറ്റിവിറ്റി ആയിരിക്കും അവരുടെ. അടുത്തത് കോൺവെർസേഷൻ എഴുതാനാണ്. നമ്മളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാകും, അതിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകും, അവര് തമ്മിൽ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് ആ പിക്ചർ നോക്കി ആ സിറ്റുവേഷൻ നോക്കിയിട്ട് കോൺവെർസേഷൻ എഴുതണം. അവിടെ ഒരു കുട്ടിയും ഒരു പോസ്റ്റ്മാനുമാണ്. പോസ്റ്റ്മാന്റെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ കോൺവെർസേഷൻ പറയണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, കുട്ടികൾ ക്രിയേറ്റ് ചെയ്യണം. മാം ഇതൊക്കെ വരച്ചാണോ അതോ ഇത് കട്ട് ആൻഡ് പേസ്റ്റ്? ഇത് നമുക്ക് ഏതെങ്കിലും കളിക്കുടുക്ക അങ്ങനത്തെ ഇതിൽ നിന്ന് മുറിച്ചിട്ട് ഒട്ടിച്ചൂടെ? കോൺവെർസേഷൻ നമ്മൾ ചെയ്യണ്ടല്ലോ. എന്താണ് കോൺവെർസേഷൻ ചെയ്യണ്ടല്ലോ, പിക്ചർ മാത്രം പോരെ? പിക്ചർ മാത്രം. ബഷീർ എന്താ ചോദിച്ചത്? ഇത് തന്നെയാണോ ചോദിച്ചേ? സെയിം തന്നെ ചോദിച്ചേ. മാം ഒരു ഡൗട്ട് ചോദിച്ചത്, നമ്മൾ ആ മിസ്സിംഗ് ലെറ്ററിനകത്തെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആപ്പിള്, അതില് പിയുടെ അവിടെ നമ്മൾ ഒന്നും എഴുതത്തില്ല, അങ്ങനല്ലേ മാം ഉദ്ദേശിച്ചേ? അതെ അതെ, ഏതെങ്കിലും ഒരു ലെറ്റർ മിസ്സിംഗ് ആക്കി വെക്കുക. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദി ഹൈഡിങ് ക്രീച്ചർ ആണ്. ക്രീച്ചറിനെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ക്രീച്ചർ ഓർ ഒബ്ജക്റ്റ് എന്ന് എന്ത് വേണമെങ്കിലും ആകാം. ഞാൻ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പിക്ചർ വരയ്ക്കുവാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് അത് എന്ത് വേണമെങ്കിലും ആവാം. ഒരു ബോള് ഏതെങ്കിലും തുള്ളിന്റെ ഇടയിൽ കിടക്കണതോ വെറുതെ ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചു. അപ്പൊ ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. കളർഫുൾ ഒന്നും ആക്കിയില്ല, നിങ്ങൾക്ക് കളർഫുൾ ഒക്കെ ആക്കാം കേട്ടോ. എങ്ങനെ അത് മനസ്സിലായില്ല, എങ്ങനെ അത് പറഞ്ഞത്? ഇപ്പം കാണിച്ചിട്ടില്ലേ ബട്ടർഫ്ലൈയിലത് ഹൈഡ് ചെയ്ത് വെച്ചത് കുട്ടികൾ വരക്കുക വേണ്ട? അതായത് എന്താണോ ഹൈഡ് ചെയ്തിരിക്കുന്നത് അതിനെ കണ്ടുപിടിക്കുക, അതാണ്. ഇവിടെ ഞാൻ ഫ്രീ ഹാൻഡായി വരച്ചു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ക്രീച്ചറിന് പകരം ഒബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ട് പുല്ലിന്റെ ഇടയിൽ ഒരു ബോൾ കിടക്കുന്നതായിട്ടോ ഒരു ടോയ് കിടക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഹൈഡ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും അനിമൽസ് ആകാം, ഏതെങ്കിലും ബേർഡ്സ് ആകാം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് വീണ് കിടക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ടോയ് ആകാം. അങ്ങനെ എന്താണോ എന്ത് സാധനം എന്തിന്റെങ്കിലും ഇടയിൽ ഇരിക്കുന്നതായിട്ടുള്ള രീതിയിൽ പിക്ചർ കൊടുക്കുക. ലാസ്റ്റ് വൺ ഫൈൻഡ് ഔട്ട് ദി ഹൈഡിങ് അനിമൽ. അത് വേർഡ്സ് ആണ് കേട്ടോ, ഒരു വേർഡ് ആക്ടിവിറ്റി ആണ്. ഇങ്ങനെ ബോക്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാകും ഓരോ വേർഡും, ഓരോന്നിലും ഹൈഡ് ചെയ്തിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഫസ്റ്റ് വണ്ണിൽ നിങ്ങൾ നോക്കിയാൽ കാണാം കൗ ആണ്, സെക്കൻഡ് വണ്ണിൽ ഓക്സ് വന്നു, തേർഡ് വണ്ണിൽ യാക്ക്, ഫോർത്ത് വണ്ണിൽ ഡീർ. ഇതാണ് ഞാൻ ചെയ്ത ആക്ടിവിറ്റീസ്. അങ്ങനെ 4 എണ്ണം ചെയ്തിട്ടുണ്ട്. അത് ഒരു 2, 3, 4, 5 ചെയ്ത് വെക്കുക. ഇതിനും നമുക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ അതിനില്ലാത്ത അനിമൽസിന്റെ പിക്ചേഴ്സ് കൂടുതലായിട്ട് പേസ്റ്റ് ചെയ്യുക. ഇനി അനിമൽ മാത്രമല്ല, ബേർഡ്സ് ചെയ്യാം, പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്. അങ്ങനെ കുട്ടികൾ നേച്ചറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവർ കാണുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസിലൂടെ കാണിക്കും. ല്ലേ 2 റെക്കോർഡിന്റെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ 2 റെക്കോർഡ് ഇന്ന് ചെയ്യാം കുറേശ്ശെയായിട്ട്. പെൻഡിങ്ങിൽ വെക്കരുത്. ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ എല്ലാം കൂടി ആവുമ്പോഴേക്കും പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതാണ് ഈ 2 റെക്കോർഡ്സ്. കഴിഞ്ഞിട്ട് വേണം അടുത്ത 2 പറയാൻ. അത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് കുറച്ചധികം ഇതിനേക്കാൾ സമയം വേണ്ടി വരും.
ബട്ട് വൺസ് അത് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ആ ട്രാക്കിലേക്ക് ആകും. ഇത് ലേറ്റ് ആവും തോറും അത് ലേറ്റ് ആവും. അത് ഒന്ന് ഇത് കഴിയുമ്പോൾ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യൂ കേട്ടോ. ആദ്യത്തെ റെക്കോർഡ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി മാം. കുറച്ച് ആക്ടിവിറ്റിയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാണിക്കാനായിട്ട് പറ്റുമോ? കാണിക്കൂ. മാം ഇത് കളർ കാർഡാ ചെയ്തത്. ആ. ജോമെട്രിക്കൽ ഷേപ്പിൽ ചെയ്യാൻ വിചാരിച്ചു. റെഡ്, ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ, ഗ്രീന്, വൈറ്റ്. കളർ പേപ്പർ വെച്ചിട്ടാ ചെയ്തിരിക്കുന്നത്? കാർഡ് ബോർഡിൽ ഒട്ടിച്ചോ? അല്ല മാം, ഇത് അല്ലാത്ത നമ്മുടെ ബോർഡ് ഉണ്ടല്ലോ, ഷർട്ടൊക്കെ മേടിക്കുമ്പോ കിട്ടുന്നേ. അപ്പൊ ആ കളറുള്ള ബോർഡ് കിട്ടിയായിരുന്നു എനിക്ക്. അപ്പം കുറച്ച് ഞാൻ പെയിന്റ് ചെയ്തു. ചിലത് പെയിന്റ് ചെയ്തു, ശരി. ചിലത് അല്ലാത്ത. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഞാൻ പെയിന്റ് ചെയ്തിരിക്കും മാം. ചെറുതും വലുതും വേണമെന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തേക്ക് എല്ലാം. പിന്നെ വേർഡ് കാർഡ്, ഗെയിം, ഫാമിലി, മദർ, പേരൻസ്, ടീച്ചർ, ഓണസ്റ്റി. പിന്നെ പിക്ചർ കാർഡ്, ഇത് ആപ്പിൾ, ബട്ടർഫ്ലൈ, എലിഫന്റ്, ഫിഷ്, ഹട്ട്, പിന്നെ ട്രീ. ശരി ഓക്കെ, വെരി ഗുഡ്. എല്ലാം നല്ല വലുതാക്കി ചെയ്തിട്ടുണ്ടല്ലേ, നന്നായിട്ടുണ്ട്. മാം ഇതിന്റെ പേരെന്തുവായിരുന്നു മാം? ഇത് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇതിന്റെ പേരെന്തുവായിരുന്നു? ഇത് ശരിക്കും നമ്മുടെ മെറ്റീരിയൽസിനുള്ള പേര് ജോമെട്രിക്കൽ ഇൻസെക്ട്സ് ആണ് ലാംഗ്വേജ് സൈഡില്. ജോമെട്രിക്കൽ ഇൻസെക്ട്സ്, INSECTS, ഇൻസെക്ട്സ്. ഓക്കെ ഓക്കെ, ഇൻസെക്ട്സ്. അപ്പൊ ഇത് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കുന്ന മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ഇതിന്റെ പേര് കിട്ടിയില്ലായിരുന്നു. പിന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മാം. ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഒന്ന് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ചെയ്തിട്ടുണ്ടോ? പിക്ചേഴ്സ് ഒക്കെ ഒരു 102 pages കവർ ചെയ്തു മാം. വെരി ഗുഡ്. ഓക്കെ, ഞാൻ കാണിച്ചോട്ടെ മിസ്സേ? കാണിക്കൂ. മിസ് വേർഡ് കാർഡ്, പെൻസിൽ, ട്രെയിൻ, സ്കൂൾ, ടീച്ചർ, classroom, then pictures, butterfly, rocks, orange, fish, house. വരച്ചതാണോ ബിസ്മി? അതെ വരച്ചതാണ് മിസ്. വെരി ഗുഡ്, നന്നായി വരച്ചിട്ടുണ്ട്. ആദ്യമായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. മുറിച്ച് വെച്ചേക്കണ രസമുണ്ടായി. അതങ്ങനെ ഗൂഗിളിൽ കണ്ടു. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വരയ്ക്കാനുള്ളതുണ്ടല്ലോ, അങ്ങനെ നോക്കി ചെയ്ത ആദ്യമായിട്ട് വരച്ചതാ. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ സ്വന്തം കഴിവെന്താന്ന്? അതെ, അപ്പൊ ഇത് കണ്ടപ്പോ മക്കൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ മോൻ പറഞ്ഞു വീട് വരയ്ക്ക്, മോള് പറഞ്ഞു ബട്ടർഫ്ലൈ വരയ്ക്ക്, അങ്ങനെ ചെയ്ത. ബിസ്മി എനിക്ക് മനസ്സിലായി എന്റെ പൊട്ടൻഷ്യൽ എന്താണ്, എന്റെ കഴിവ്. അതെ കുറച്ചൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ്, നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത്. അത് കണ്ട് ആദ്യമായിട്ട് വരച്ചെന്ന് പറയൂല അല്ലെ മാം? അതെ. ആ ഓറഞ്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടപ്പോ ഇത് കൊള്ളാലോ എന്ന് വെച്ച്. ആദ്യം റോസ് ആണ് ട്രൈ ചെയ്ത് നോക്കിയത്. റഫായിട്ട് വരച്ചപ്പോ ഓക്കെ ആയി. അങ്ങനെ ഒരു ഇത് വന്നു. അങ്ങനെ ഫിഷ് വരച്ചു. അപ്പൊ ഇത്തിരി കോൺഫിഡൻസ് ആയി. അങ്ങനെ അടുത്ത വരച്ച് കളർ. ട്രയാങ്കിൾസ് ചെയ്തില്ല മാമിന് ചെയ്യണം. ഷെഡ്യൂൾ ചെയ്താൽ മതി. കാരണം എല്ലാരും ലാസ്റ്റ് മൊമെന്റിൽ ചെന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമാണ്. കാരണം സാർ ഇങ്ങനെ എന്നോട് ഞാൻ പറഞ്ഞോന്നറിയില്ല, കുട്ടികൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു ബാച്ചിൽ നിന്ന്. അത് വർക്ക് അധികമായത് കൊണ്ടാണോ എന്ന് എന്നോട് ചോദിച്ചത്. കേട്ടപ്പോ എനിക്കൊരു വിഷമം. കാരണം വർക്ക് അത്രയും ഞാൻ നമ്മൾ തരുന്നില്ല. സാധാരണ ഓഫ്ലൈനിൽ പോകുന്നവരോട് ചോദിച്ചറിയാം, അവർ അതുപോലെ സ്ട്രഗിൾ ചെയ്യുക. അവര് മോർണിംഗ് ടു ഈവനിങ് അവിടെ പോയി ഇരിക്കുകയും വേണം, വർക്കുകൾ ചെയ്യാനും ഉണ്ട്. നമുക്ക് 5 ദിവസം ഓരോ മണിക്കൂറാണ് ക്ലാസ് ഉള്ളൂ.
ബാക്കി ടൈം ഉണ്ട് വീട്ടിലെ കാര്യം നോക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങളുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യണോളൂ ഫാമിലി മെന്റേഴ്സ്. അപ്പൊ ഇങ്ങനെ എനിക്കത് കേട്ടപ്പോ ഒരു വിഷമം തോന്നി. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരു മെത്തേഡിലൂടെ നമുക്ക് ഇതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. കാര്യം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താറുണ്ട്. വേറെ ഒന്നുമല്ല, അടുത്ത ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് ടൈം ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ചെയ്താൽ മതി. അവർക്ക് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവര്, ചില പേഴ്സണൽ ഇഷ്യൂസ്, അതിന് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ നമുക്ക് അതിൽ ഇടപെടാനുള്ളത്. അങ്ങനെയുള്ളതിൽ നമുക്ക് പലപ്പോഴും പലതും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരെ ഒന്ന് സ്ട്രെങ്തൻ ആക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്കൊരു ബഡി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പൊ ക്ലാസ്സിൽ ഒരു കുട്ടി കുറച്ച് ദിവസം വരുന്നില്ല അല്ലെങ്കിൽ അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ ഒരാൾ മുന്നോട്ട് വന്ന കുട്ടിയുടെ ബഡി ആവുക. എന്തുകൊണ്ടാണ് കാരണം ഇങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ആ ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ മാക്സിമം എന്താണ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലാസ് റൂമിന്റെ ഗ്രൂപ്പില് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പില് ബ്രീഫ് ചെയ്യാറുണ്ടായിരിക്കും. എന്നാലും നമ്മൾ അറിയാതെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മാക്സിമം പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും എല്ലാവരും ചേരുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവര് ഇതൊന്ന് പകുതിക്ക് നിർത്തി വെച്ചിട്ട് പോകും. ചില ഗ്രൂപ്പുകളിലൊക്കെ ബഡി സിസ്റ്റം പറയാതെ തന്നെ അവര് ഉണ്ട്, ഇവിടെയും ഉണ്ടാകും. ഒന്ന് ശ്രദ്ധിക്കുക. ആരെങ്കിലും ഒരാളെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ, നമുക്ക് ഫിനാൻഷ്യലി ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും, അല്ലാതെയുള്ള മെന്റൽ സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കും. മാക്സിമം നമ്മൾ എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് തരുന്നുള്ളൂ. ഇനിയും ഇതിൽ കൂടുതൽ പല കാര്യങ്ങളുണ്ട്, നമ്മൾ തന്നിട്ടില്ലാന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ക്ലാസ് എവിടെ വരെയായി? മാം രണ്ടെണ്ണം ചെയ്യണോ? ടാബ്ലറ്റ്സ് രണ്ടെണ്ണം ചെയ്യണോ? ഒരേ കളറുള്ളത്? നമ്മളിത് ശരിക്കും ടാബ്ലറ്റ്സ് രണ്ട് സെറ്റ് ആയിട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ കൊണ്ട് പെയർ ചെയ്യിക്കാനാണ്. ഒരേ കളറിലുള്ളത് അവർ ഒരുമിച്ച് ചേർത്ത് പെയർ മോഡല് പ്രൈമറി കളേഴ്സ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരട്ടെ, എങ്ങനെയാണോന്ന് അറിയാന്. യെല്ലോ, ഇതിന് ഇവിടെ രണ്ട് ഇത് വെക്കാണ്, എന്താ വുഡ് വെക്കണ്ടേ? അത് ചെയ്തിട്ടില്ല, അന്ന് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെയാണ് പ്രൈമറി കളേഴ്സ് ഇതൊക്കെ അല്ലേ? 3 ബ്ലൂ, യെല്ലോ, റെഡ്. അതെ. പിന്നെ കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, ഓരോ ഷേപ്പ് ഒക്കെയുണ്ട്. ടാബ്ലറ്റ്സ് ആണ് ഇപ്പൊ എന്നെ ആദ്യം കാണിച്ചത്. ഇത് കളർ ഇത് റെക്ടാങ്കിൾ, ട്രയാങ്കിൾ ഷേപ്പ്, ഓവൽ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്. പിന്നെ റെക്കോർഡ് ഉണ്ട് മാം. ഞാൻ കലണ്ടർ ഒന്നും ചെയ്തിട്ടൊന്ന് ജസ്റ്റ് കാണിക്കാൻ. ഇങ്ങനെയാണോ കോഡ്സ് ഇവിടെ എഴുതി? എന്താ റൈറ്റ്സ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് എഴുതിയുണ്ട്. ചൈൽഡ്ഹുഡ് ഈസ് ഫോർ ലേണിംഗ്, നോട്ട് ഫോർ ഏണിംഗ്. സ്വന്തമാക്കണോ? വാചകങ്ങളാണോ? അല്ല, സ്വന്തമായിട്ടല്ല. പിന്നെ ഫെബ്രുവരി, മാർച്ച്, പിന്നെ പ്രത്യേക ദിവസങ്ങള് ഇത് എഴുതണോ? അത് എഴുതിയിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഒരു കലണ്ടറിന്റെ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം എന്നേ ഉള്ളൂ. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് കലണ്ടർ ആണല്ലോ, അതിന്റെ ഒരു രീതിയിൽ തന്നെ വേണമെന്നേ ഉള്ളൂ. പിന്നെ ഒരു 5 പിക്ചേഴ്സ് ഒന്നുകൊണ്ട് വേറെ വേറെ എന്താ, ഒരു പിക്ചേഴ്സ് ഒറിജിനൽ, എന്നിട്ട് അതിന്റെ പോലെ മറ്റേതൊക്കെ എഴുതാല്ലേ. ഒന്ന് ഇപ്പൊ ഞാൻ ആനനെയാണ് വരച്ചിട്ടുള്ളത്. അതിലിപ്പോ ഒന്നിന് വാലില്ല, കാലില്ല, അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെ ചെയ്തുന്നുള്ളൂ. ആദ്യത്തെ നമ്മുടെ റെഫറൻസ് പിക്ചറിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതെങ്ങനെ വ്യത്യാസപ്പെടുത്താം? ചെവിയിലെ വ്യത്യാസമോ വെറലി വേറെ ആരും ഞാൻ കാണിക്കട്ടെ. കളർ കാർഡ് കാണിക്കാനാണോ മിസ്? യെസ്, കാണിക്കൂ. സ്റ്റിക്ക് എന്താ? ഐസ്ക്രീം സ്റ്റിക്ക് ആണോ? ഇല്ല, ഇത് ബൈൻഡിൽ ചെയ്യുന്നതാ. 5 പിന്നെ അടുത്ത ഹാർട്ടിന്റെ മോഡലില് അത് 5, അത് 10 ചെയ്തു. പിന്നെ സ്മാളും ബിഗും
triangles. പിന്നെ ഫസ്റ്റ് റെക്കോർഡും കംപ്ലീറ്റ് ആക്കി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ നാസിക, Thank മാം ഞാനാണെങ്കിൽ എന്താ വേഡ് കാർഡും പിക്ചർ കാർഡും എന്റെ സൈസ് ചെറുതാന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് കാണിക്കട്ടെ, ഇത്രയും മതിയൊന്നും. നോ പ്രോബ്ലം. സൈസ് ഒന്നും പ്രശ്നമില്ല, കുട്ടികൾക്ക് അത് കയ്യിലെടുക്കാൻ പറ്റണം, അത്രയും. ഇത്രേ ഉള്ളൂ, അതും മതി. നോ പ്രോബ്ലം. നാസിക പ്ലീസ്. പോയോ? പഴക്കിട്ട് പോയതാണോ? മാം ഞാൻ കളർ ടാബ്ലറ്റ് ചെയ്ത് അത് കാണിക്കാൻ വിട്ടുപോയി. വേണ്ടേ? ഞാൻ കാണിക്കട്ടെ മിസ്സേ? പ്ലീസ്. ഞാൻ ഓർത്ത് പോയി, വഴക്കിട്ട് പോയി വിചാരിച്ചു. ഇത് കളർ കാർഡ്. സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് എന്നുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നത്? അങ്ങനെയല്ല, സാധാ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഏകദേശം പെട്ടെന്ന് പറയുന്ന കളറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ട്രയാങ്കിൾസ് ചെറുതായിട്ട്. അങ്ങനെ. പിന്നെ ഇത് നമ്മളെ സെക്കൻഡറി കളർ ടാബ്ലറ്റ് ഉണ്ടാക്കി. ആ, അങ്ങനെ. രണ്ട് സൈഡിലും വെക്കാനായിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? പേപ്പർ ആണോ? അല്ല, Board. ഐസ്ക്രീം സ്റ്റിക്ക്. കൊള്ളാം. ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം കാരണം എത്രയേ ഉള്ളൂ, പെയിന്റിങ്ങിലേക്ക് പോകാതെ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ ആയിട്ട് ചെയ്യും. കുട്ടികളില്ലെങ്കിൽ പ്രായമായവരുണ്ടെങ്കിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ, മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് എവിടെ വരെയായി? അതിങ്ങനെ ഒത്തിരി ഡിലേ ആയി. അത് ബാക്കിലാണോ എന്നൊരു സംശയം. എവിടെയായി? മാം ലാസ്റ്റ് എടുത്തത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിരുന്നു. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. ഞാൻ PFA എന്ന് പറഞ്ഞത് അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതെടുത്തു മാം. അതും കഴിഞ്ഞോ? അതെ. അപ്പോ പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏതെങ്കിലും കിട്ടാനുണ്ടോ ഇപ്പൊ കഴിഞ്ഞതില്? PFA ലുക്ക്, ലിസൺ, ലിങ്ക് അതല്ലേ അത്ര വരല്ലേ പറഞ്ഞത്? അത്രേ ഉള്ളൂ, അതിലെ ലാസ്റ്റ് പാർട്ട് അതാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ പാർട്ട് 1 എന്തോ അതായത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണോ തരാത്തത്? അതെ, ഓൺലൈൻ ലിസ്റ്റ് തന്നിട്ടുള്ളൂ ഒരു പാർട്ടിന്റെ. ഓക്കെ. പിന്നെ പാർട്ട് 1 ഇപ്പൊ എല്ലാ ടീച്ചേഴ്സിന്റെയും ലെസൺസ് കഴിഞ്ഞോ? കഴിഞ്ഞു. പാർട്ട് 2 എവിടെ വരെയായി? പാർട്ട് 2 3 ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ അപർണ മിസ് എടുക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അതായത് പാർട്ട് 2 നീഡ്സ്. അതെ അതെ, ബസ്സിലാണ്. ആണോ? ഞാൻ എന്തൊരു ഡിസ്റ്റർബൻസ് തോന്നി. പാർട്ട് 2 2 സബ്ജക്റ്റ് ആണ് നമുക്കുള്ളത് അല്ലെ? ചൈൽഡ് ഡെവലപ്മെന്റും സൈക്കോളജി. ചൈൽഡ് ഡെവലപ്മെന്റ് യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ, സൈക്കോളജി യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെ. അങ്ങനെ 5 യൂണിറ്റ് 2 സബ്ജക്റ്റ് ആയിട്ടാണ്. ഈ ചൈൽഡ് ഡെവലപ്മെന്റില് അതായത് ഈ ആദ്യത്തെ 5 യൂണിറ്റില് എന്തെങ്കിലും ബാക്കിയുണ്ടോ? യൂണിറ്റ് 4 4 5 5 ഉണ്ട്. 4 ഉം 5 അശ്വതി മാം ജസ്റ്റ് തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ് തുടങ്ങും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അശ്വിനി മാം തുടങ്ങും. 5ാമത്തെ യൂണിറ്റ് ആയ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഉള്ളതല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാൻ അത് 4 മിസ്. 4ആണ്. 5 ലാംഗ്വേജ് അല്ലേ? ഓ. ഓക്കെ, ഇപ്പൊ നമുക്ക് 4th യൂണിറ്റിലേക്ക് കിടക്കാം.
കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. അപ്പൊ നിങ്ങള് ഫിസിക്കൽ ഡെവലപ്മെന്റ്, മോട്ടോ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റും ഗ്രോത്തും തമ്മിലുള്ള ആ ഒരു കമ്പാരിസണും എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അതെല്ലാം കഴിഞ്ഞു അല്ലെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അശ്വതി മിസ്. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ബ്രെയിനായിട്ട് റിലേറ്റ് ആയിട്ടുള്ള. അതെ, നമ്മുടെ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് നമ്മളുടെ ബ്രെയിൻ ആണ് നമ്മളുടെ ബോഡിയിലെ പല ആക്ഷൻസിനും സിഗ്നൽ കൊടുക്കുന്നത് അല്ലെ. ബ്രെയിൻ നല്ല ആക്റ്റീവ് ആയിരിക്കണം, എന്നാലാണ് ഈ സിഗ്നൽസ് കറക്റ്റ് ബോഡിയിലേക്ക് പോകും. ചെറിയ ഡിസോർഡർ ഒക്കെ വരുമ്പോൾ ഈ സിഗ്നൽസ് കറക്റ്റ് ആയിട്ട് പോകില്ല. അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് എന്തെങ്കിലും ഒരു ഡീഫോമിറ്റീസ്, ബുദ്ധിപരമായ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ഒരു അൺഡിസൈറബിൾ ഫാക്ടേഴ്സ്, കുറവുകൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഡെവലപ്മെന്റിനെയൊക്കെ ഇത് ബാധിക്കൂ. ഞാൻ ചോദിക്കുന്നത്, ബുദ്ധിപരമായ ഡെവലപ്മെന്റില് ചില ചലഞ്ചസ് ഉണ്ടെങ്കിൽ, മെന്റലി ചലഞ്ച് എന്ന് പറയൂ അല്ലെ, ചലഞ്ചസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്, അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റിന്, സോഷ്യൽ ഡെവലപ്മെന്റിന്, മോട്ടോർ ഡെവലപ്മെന്റിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ? കണ്ടിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് പറയാമോ? ഞാൻ അപ്പോഴേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം. ചാപ്റ്റർ ഷെയർ ചെയ്ത് നോക്കിയിട്ട് കാണുന്നില്ല. യൂണിറ്റ് 4 അല്ലേ, പാർട്ട് 2 പാർട്ട് 2 യൂണിറ്റ് 4. യെസ്, പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? വിത്ത് ഓൾ റെസ്പെക്ട്, കാരണം അതുകൊണ്ടാണ് മെന്റലി റിട്ടാർഡഡ് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യാതെ അവരെ നമ്മൾ ഒരിക്കലും മെന്റലി റിട്ടാർഡഡ് എന്ന് ഉപയോഗിക്കരുത്. മെന്റലി ചലഞ്ചഡ് ആണ്, സാധാരണ മനുഷ്യരെ പോലെ തന്നെ, പക്ഷെ അവർക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മാം, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ ചർച്ചിൽ വരുന്നൊരു കുട്ടിയുണ്ട്. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. 3ാം ക്ലാസ്സിലായി ഇപ്പോൾ അവൻ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ അവനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, നോർമൽ കുട്ടിയുടെ കണക്ക് ബോയ് ആണ്. പക്ഷെ അവൻ ഈ ലോകത്തല്ല, വേറൊരു ലോകത്താണ് ആ കുട്ടി. എപ്പോഴും ഇങ്ങനെ നമ്മൾ സംസാരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കും, ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കും, ഇടയ്ക്ക് എണിച്ചോടും, അങ്ങനെയൊക്കെ ചെയ്യും. കണ്ട നോർമൽ, ചിലപ്പോൾ അടങ്ങി ഒരിടത്ത് നിൽക്കുന്ന കണ്ടാൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷെ സംസാരം ബുദ്ധിമുട്ടാണ്, അവിടെ ഇവിടെയൊക്കെ ഒരു വാക്കൊക്കെ പറയത്തുള്ളൂ. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ഇച്ചിരി പാടുപെട്ട് അവിടെ ഇവിടെ തൊടാതൊക്കെ പറയും. പക്ഷെ അതിന് ബുദ്ധിയുണ്ട്, കാണാതെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ പറയും, പക്ഷെ പൂർണ്ണമായിട്ടും പറയത്തില്ല, അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞായി പറയും. അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ മെന്റലി ചലഞ്ചഡ് ആയിട്ട്, അതായത് ബുദ്ധിയിൽ ചെറിയൊരു ഡീഫോർമേഷൻ, പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആളുടെ മൂവ്മെന്റിന് വ്യത്യാസം ഉണ്ടാവും, മസിൽ ഡെവലപ്മെന്റ് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ്, ചിലപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് ക്ലിയർ ആവണമെന്നില്ല, അവരുടെ കെയർ ഗീവർ, മദർ ആരാന്ന് വെച്ചാൽ അവർക്കായിരിക്കും ക്ലിയർ. പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അതിലും അവർ ചിലപ്പോൾ വീക്ക് ആയിരിക്കും. ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ അതിലും അവർ വീക്ക് ആയിരിക്കും. എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ആ കുട്ടി ഇപ്പൊ 10th കഴിഞ്ഞു. അതിന് ചേച്ചി സ്ക്രൈബിനെയൊക്കെ വെച്ച് 10th അതുപോലെ തന്നെ +2 ഒക്കെ പാസ്സായി. പക്ഷെ ആ കുട്ടിക്ക് ഓട്ടിസ്റ്റിക് ആണ്. ആ കുട്ടി പെൺകുട്ടിയാണ്. ഈ കുട്ടി ഇവരുടെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ഒരു ദിവസം ഞാൻ അവിടെ ചെയ്തു. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, ചേച്ചി എങ്ങനെയാന്ന് ചോദിച്ചു. മരിച്ച സമയത്ത് ബാക്കിയെല്ലാരും ഭയങ്കര ദുഃഖം, കരച്ചിൽ, അങ്ങനെ വല്ലാത്തൊരു വിഷമം ഒക്കെയാണ്. ഈ കുട്ടി ഇങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നുവെച്ചാൽ അവർക്ക് ആ ഇമോഷൻസ് വരുന്നില്ല. അത് എന്നിട്ട് എല്ലാം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാ ദിവസവും അച്ഛനെ അന്വേഷിച്ച് വീട് മുഴുവൻ നടക്കും. ഈ മരിച്ചു എന്നുള്ളതും അതിൻ്റെതായിട്ട് കണക്ട് ചെയ്ത ഇമോഷനും ഫീലിങ്സും ആ കുട്ടിക്ക് വരുന്നില്ല.
അങ്ങനെ. ഇതുപോലെ തന്നെ വേറൊരു കേസ്, പരിചയമുള്ളൊരു ഫാമിലിയുടെ ഒരു മോൻ. ആ മോൻ ഇപ്പൊ ഏകദേശം ഒരു 21 വയസ്സായി. പക്ഷെ അതിന് നല്ല രീതിയിൽ അതിന് ചലഞ്ചസ് ഉണ്ട്. മേ ബി ഒരു 80% ഒക്കെ ഉണ്ട്. അപ്പൊ 80% ചലഞ്ചസ് ഒക്കെ പറയുമ്പോൾ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യില്ല. സാധാരണ നമ്മൾ സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ ഈ ചലഞ്ചസിന്റെ ആ ഒരു ലെവൽ അനുസരിച്ച്, പെർസെന്റേജ് അനുസരിച്ച് അവരെ പല പല ആക്ടിവിറ്റീസ് ചെയ്യും. കാരണം ആ സ്കൂളില് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു, ഈ തുണികളുടെ ഫാബ്രിക് പെയിന്റ് ചെയ്യില്ലേ, ആ പെയിന്റ് ചെയ്യുന്നവരുണ്ട്, അതിലേക്ക് പടം വരച്ചു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ പൊട്ടൻഷ്യൽ ഓരോ കുട്ടിക്കും ഉണ്ട്. അതനുസരിച്ച് അവർ ഓരോരുത്തരും അവരുടേതായ മേഖലകളിൽ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ അവിടെ കണ്ടു. പക്ഷെ ഇതൊന്നുമല്ലാത്ത കാറ്റഗറി ഉള്ള കുട്ടികളെ വേറൊരു ഗ്രൂപ്പിൽ കാണാം. അവരെ ചുമ്മാ ചേർന്നിരിക്കുകയുള്ളൂ. അവർക്ക് ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഒരാൾ പിടിക്കണം. നടക്കും, തന്നെയൊക്കെ നടക്കും. പക്ഷെ അവര് ഇരുന്നിടത്തുനിന്ന് എണീക്കണമെങ്കിൽ ഒരാൾ വന്ന് ട്രിഗർ ചെയ്യണം. മനസ്സിലായി? കാരണം അവർക്ക് തന്നെയായിട്ട് ഇവരുടെ ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് ഒന്നും പ്രോപ്പർ ആയിട്ട് വരില്ല. ഈ കുട്ടീനെ നോക്കിയിരുന്നത്, ആ കുട്ടീന്റെ കെയർ ഗീവർ ഏറ്റവും അടുത്ത് നിന്നത് അതിന്റെ മദറായിരുന്നു, അമ്മയായിരുന്നു എല്ലാ കാര്യം നോക്കിയിരുന്നത്. അമ്മ ബാങ്കിൽ ജോലിയായിരുന്നു. എന്നിരുന്നാലും അമ്മ എല്ലാ കുട്ടിയുടെ കാര്യം നോക്കിയിട്ട് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവന്നാക്കും. വൈകിട്ട് അമ്മ കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും. അമ്മയെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്റെ അമ്മ എന്നിട്ട് ക്യാൻസർ വന്ന് മരിച്ചു. കുട്ടി മരിച്ചു എന്നുള്ളതൊന്നും ഇതിന് മനസ്സിലാവില്ല. അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും മനസ്സിലാവില്ല. ആകെ അമ്മയെ മിസ് ചെയ്ത് ഇപ്പൊ വർഷങ്ങളായി, മരിച്ചിട്ട് എനിക്ക് 6 years ആയി. അപ്പൊ ഞാൻ ഒരു ദിവസം ഈ സ്കൂളിൽ ചെന്നപ്പോ ഈ കുട്ടിയുടെ അടുത്ത് അതിന്റെ ഒരു കെയർ ഗീവർ അവരൊരു ലേഡിയെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ മരിച്ചല്ലോ, അമ്മയ്ക്ക് ശേഷം ആ ലേഡിയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. കാരണം അച്ഛൻ ജോലിക്ക് പോകും. അപ്പൊ രാവിലെ അച്ഛൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ കെയർ ഗീവർ അവിടെ വരും. വന്നിട്ട് കുട്ടിയെ കൊണ്ട് സ്കൂളിലേക്ക് വരും. എന്നിട്ട് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകും. അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഏൽപ്പിച്ചിട്ട് തിരിച്ച് പുള്ളിക്കാരി വീട്ടിൽ പോകും. പകല് മാത്രമാണ് കൂടെയുള്ളൂ. രാത്രി ഈ മോൻ ഇടയ്ക്ക് എഴുന്നേറ്റിട്ട് അപ്പൊ രാത്രി എഴുന്നേൽക്കുമ്പോ അപ്പൊ തന്നെ ഇതിന്റെ അമ്മ ഇതിന് ചായ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ രാത്രി എണീക്കുമ്പോ ചായ കിട്ടണല്ലോ. ആ സമയത്ത് ഈ കുട്ടി അമ്മയെ അന്വേഷിക്കും. കഴിഞ്ഞ 6 വർഷമായിട്ട് ദിവസമുള്ള ഒരു രീതിയാണ്. അപ്പൊ അമ്മ മരിച്ചു എന്നുള്ള ആ ഒരു സത്യം അതിന് മനസ്സിലായിട്ടില്ല. അതിന് ആ ഇമോഷൻ ഇല്ല, ഫീലിങ്സ് ഇല്ല. ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു, നമ്മളൊക്കെ നോർമലി നമുക്ക് ആ വേദന ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നും അതിനറിയില്ല. ആലോചിച്ചു, 21 വയസ്സുള്ള ഒരു മോൻ. ഇത് ഡെലിവറി സമയത്ത് എന്തോ ഒരു ഹോസ്പിറ്റലുകാരുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു പിഴയാണ് കുട്ടി അങ്ങനെ ആയി പോകാനുള്ള ഒരു കാരണം. അങ്ങനെയാണ് എനിക്ക് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ തല ഭയങ്കര വലിപ്പം, ബോഡിയെക്കാളും അങ്ങനത്തെ ഒരു ഷേപ്പാണ്. ബാക്കിയൊക്കെ നല്ല ക്യൂട്ടായിട്ട് നന്നായിട്ട് ഇരുമുടിയൊക്കെ നല്ല മുടിയൊക്കെ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നും, ഒരു കൗതുകം, ക്യൂട്ടായിട്ടുള്ള ഒരു മോൻ. പക്ഷെ ഇതാണ് അമ്മ, അങ്ങനത്തെ ഒരു കേസാണ് ഇത് വന്നത്. പിന്നെ ഇവര് സോഷ്യലൈസ് ചെയ്യില്ല, ആളുകളുമായിട്ട് ഇടപെടില്ല. വളരെ ചെറിയ ഗ്രേഡിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ അവന്റെ പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ട് ഒട്ടും കൂട്ടുകൂടില്ല. അവന് പ്രായമായവരുമായിട്ടാണ് അവന് പറ്റുള്ളൂ, മിങ്കിളാവുള്ളൂ. അവന്റെ അമ്മയുടെ പ്രായത്തിലുള്ള അമ്മയുടെ ഫ്രണ്ട്സ്, പിന്നെ അച്ഛമ്മ, അങ്ങനെ പ്രായമായ മുത്തശ്ശൻ, അങ്ങനെ പ്രായമായ ആൾക്കാരോട് അവൻ പെട്ടെന്ന് കൂട്ടാവും. സോഷ്യലൈസ് ചെയ്യുന്നതിന് ആ ഒരു വ്യത്യാസം. മറ്റേത് കൊച്ചുകുട്ടികൾ അവരുടെ പ്രായത്തിലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ, ഇവന് അതില്ല. ജസ്റ്റ് അവരെ ഇങ്ങനെ കാഷ്വലി നോക്കും എന്നല്ലാതെ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഇതൊക്കെയാണ് അവരുടെ ഒരു സ്വഭാവത്തിലെ വ്യത്യാസം. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ എന്തെങ്കിലും ഒരു കുറവുകൾ സംഭവിച്ചാൽ നമ്മുടെ മറ്റുള്ള എല്ലാ, ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ മൂവ്മെന്റ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ, അവരുടെ മസിൽസിന്റെ ഡെവലപ്മെന്റും വ്യത്യാസം ഉണ്ടായിരിക്കും. അവർ സോഷ്യലൈസ് ചെയ്യുന്നതിന് വ്യത്യാസം. സൂചി എന്തെങ്കിലും പറയാണ്ടോ? മാം, ഞാൻ പറയാൻ വന്നത് ഇത് മാറ്റം വരുമോ മാം? അവര് പറയുന്നത് വലുതാകുമ്പോഴത്തേക്ക് അത് മാറും എന്നാ അവര് പറയുന്നത്. ഇതിന് മാറ്റം സംഭവിക്കുമോ? വലുതാവുമ്പോ മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ADHD ഒക്കെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഒരു 4 വയസ്സ് ഓട്ടിസം, അതെ ചെറിയ രീതിയിലുള്ള ഓട്ടിസം ഒക്കെ ആ ഒരു 4 വയസ്സ് 7 വയസ്സിനുള്ളിലൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അഡ്രസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മാറും. പക്ഷെ അല്ലാതെ ഒരു നല്ല ഗ്രേഡിൽ വ്യത്യാസമുള്ള കുട്ടികളുടെ ഒന്നും മാറില്ല.
പിന്നെ ചിലരുടെ ഉണ്ട്, ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർച്ചറിങ്ങിന്റെയും കൂടി ഉണ്ട് കേട്ടോ. ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നതിന്റെയും കൂടി ഉണ്ട്. അത് എനിക്കറിയാവുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനുണ്ട് ഇതുപോലെ തന്നെ. അപ്പൊ ആ കുട്ടി ജനിച്ചപ്പോ തന്നെ അവർക്ക് മനസ്സിലായി കുട്ടി ഇങ്ങനെ മെന്റലി ചലഞ്ചഡ് ആയിട്ടാണ്. അതിന്റെ കാഴ്ചയിൽ നമുക്കത് മനസ്സിലാകും. ഇവന് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഭയങ്കര പ്രശ്നമാണ്. സംസാരിക്കുമ്പോഴും ക്ലിയർ ആവില്ല, എഴുതാനും വരില്ല. പക്ഷേ ഇവൻ ചെന്നൈയിൽ പോയിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, ഷോർട്ട് ഫിലിംസ് ഡയറക്ട് ചെയ്തു, അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ അവാർഡൊക്കെ കിട്ടി. നമ്മളോട് സംസാരിക്കുമ്പം നമ്മൾ കുറെ അങ്ങ് സംസാരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇവരുടെ ടോൺ മനസ്സിലാവുള്ളൂ. ആ ലാംഗ്വേജിൽ ഇഷ്യൂ ഉണ്ട്, എഴുതുന്നതിൽ ഇഷ്യൂ ഉണ്ട്. തന്നെത്താൻ എല്ലായിടങ്ങളിലും പോകും, ചെന്നൈയിലാണെങ്കിലും എറണാകുളത്ത് നിന്ന് ചെന്നൈയിൽ പോകാൻ, അതൊന്നും ആൾക്ക് പ്രശ്നമില്ല. പക്ഷെ ലാംഗ്വേജിലെ ഒരു ചെറിയ പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാനൊക്കെ ഉണ്ട്, കുറെ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ നമ്മള് സംസാരിക്കുന്ന പോലെയല്ല, വേറൊരു ഒരു റിതമാണ് സംസാരിക്കുന്നതിൽ. എല്ലാ കുട്ടികൾക്കും മാറ്റമൊന്നും ഉണ്ടാവില്ല വലുതാവുമ്പോൾ. പക്ഷെ ഇവർക്ക് എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെയോ കഴിവുകൾ കുറച്ച് കൂടുതലുണ്ടാവും അല്ലേ? നല്ല സ്പെഷ്യൽ കുട്ടികൾ എന്ന് പറയുന്നത്. അത് ഞാനിപ്പോ പറഞ്ഞ ആള് ലാംഗ്വേജ് പ്രോപ്പർ അല്ല എന്നിട്ട് ആളൊരു മൂവി ഡയറക്ട് ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തു, 2 പ്രാവശ്യം കണ്ട് അവാർഡ് കിട്ടി നാഷണൽ ലെവലിൽ. ഓക്കെ മാം. ഇത് ഇപ്പൊ ഇവൻ ഞാൻ പറഞ്ഞ കുട്ടിയാണെങ്കിൽ നമ്മൾ റഫായിട്ട് എഴുതി കൊടുക്കുമ്പോൾ അത് നോക്കി എഴുതും, എല്ലാം എഴുതും, പക്ഷെ റഫായിട്ട് എഴുതി കൊടുക്കണം. അപ്പൊ അത് നോക്കിയിട്ട് അതുപോലെ എഴുതും. അല്ലാതെ സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞാൽ എഴുതത്തില്ല. കഴിഞ്ഞ ദിവസം സാറ് ഷെയർ ചെയ്യായിരുന്നു. സാറ് +2 പഠിപ്പിക്കുന്ന ഒരു സാറാണ്, എക്കണോമിക്സ്. അപ്പൊ +2 ക്ലാസ്സിൽ ഒരു മോനുണ്ട്. അവനെല്ലാം വായിക്കും, എല്ലാം എഴുതും, ഒക്കെ ചെയ്യും. പക്ഷെ എല്ലാം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കാന്ന് കാണാതെ പഠിക്കുക കേട്ടോ. അതിങ്ങനെ കാണാതെ പറയും പഠിപ്പിക്കുന്ന സമയത്ത് ആൻസർ ഒക്കെ. പക്ഷെ ആ ക്വസ്റ്റ്യൻ കൊടുത്ത് അവനോട് എഴുതാൻ പറയുമ്പോൾ ഒരു ലെറ്റർ പോലും അതിനെ എഴുതാൻ പറ്റില്ല. അപ്പൊ സാറ് ഈ കുട്ടി എന്നിട്ട് ഒരു സാറിന് കാറുണ്ട്, അപ്പൊ കാറിൽ കുട്ടികളെയൊക്കെ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ കാറിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവന്റെ അടുത്തൊരു കഥ പറഞ്ഞു. കഥ എന്ന് പറഞ്ഞാൽ കാക്കയുടെ കഥയായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥ. 2 കാക്കകൾ ഉണ്ടായിരുന്നു, ഒരെണ്ണം നല്ല കാക്കയായിരുന്നു, ഒരെണ്ണം ഒരു പൊട്ട കാക്കയായിരുന്നു, ഒരു കുശുമ്പൻ കാക്കയായിരുന്നു. അങ്ങനെ ഇവര് 2 പേരും കൂടെ പോകുന്ന വഴിയില് ഈ കുശുമ്പൻ കാക്കയ്ക്ക് 2 നെയ്യപ്പം കിട്ടി. ആക്ച്വലി നമ്മളുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മളിത് ഷെയർ ചെയ്യുമല്ലോ. ഇത് നല്ല കാക്കയ്ക്ക് ഷെയർ ചെയ്തില്ല. അതിന് പകരം ആ നെയ്യപ്പം വായിൽ വെച്ച് പറന്നുപോയി ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നെയ്യപ്പം കിട്ടിയ സന്തോഷത്തില് വാ തുറന്നു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പൊ നെയ്യപ്പം താഴെ വീണ് നഷ്ടപ്പെട്ടു. ഇത് സാറ് കുട്ടിയോട് പറഞ്ഞു. കഥ പറഞ്ഞവൻ അത് നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്തു. സാറ് പറഞ്ഞു, ഞാൻ ഇപ്പൊ പറഞ്ഞ കഥ, അതായത് 1 മിനിറ്റ് ഗ്യാപ്പ് പോലും ഇല്ല, ഇപ്പൊ പറഞ്ഞ കഥ നീ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാമോ എന്ന് ചോദിച്ചു. റീടെൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. അവനൊന്നും വരുന്നില്ല. അപ്പൊ അത് കുട്ടിക്ക് ശരിക്കും ലേണിംഗ് ഡിസോർഡർ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ആ ലേണിംഗ് ഡിസോർഡർ അത് കണ്ടെത്താനായിട്ട് ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഈ കുട്ടി, ഞങ്ങൾ ചോദിച്ചു, കുട്ടിയെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിച്ചത് എങ്ങനെയാണോ എന്ന് അന്വേഷിക്കാമോ സാറേ എന്ന് ചോദിച്ചു. സ്ക്രൈബിനെ വെച്ചിട്ടാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ സാർ അന്വേഷിച്ചപ്പോ 10th എക്സാം എഴുതിച്ചത് സ്ക്രൈബിനെ വെച്ചിട്ടാണ്. +2 എഴുതാൻ പോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അത് 4th സ്റ്റാൻഡേർഡോ എപ്പോഴെങ്കിലും ചെറിയ ക്ലാസ് 4 വയസ്സോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഏജില് കുട്ടിയുടെ ഇത് ശരിയായ രീതിയിൽ പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ടീച്ചർ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ഈ ടീച്ചർ കണ്ടെത്തിയിട്ടുണ്ടാകാം, പാരന്റ്സിനെ ഇൻഫോം ചെയ്തപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യാത്തായിരിക്കാം. നമുക്കറിയില്ലല്ലോ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ആസ് എ ടീച്ചർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് കുറെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അപ്പൊ ചില ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതിലൂടെ നമുക്ക് ഈ കുട്ടികളുടെ ചെറിയ ചെറിയ ലേണിംഗ് ഡിസോർഡർ ഒക്കെ മാറ്റാൻ പറ്റും. ഹയർ ഡിഗ്രിയിലാണെങ്കിൽ മാത്രമാണ് മറ്റ് ഇന്റർവെൻഷൻസിന്റെ ആവശ്യമുള്ളൂ, അതായത് തെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കതിന് പാരന്റ്സിനെ ഗൈഡ് ചെയ്യാം. ഇങ്ങനെയുണ്ട്, നിങ്ങളൊന്ന് പോയി കാണിക്കുന്നത് നല്ലതായിരിക്കും. 2-3 സെഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ കുട്ടി അങ്ങ് ഓക്കെ ആവും. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മൈൻഡ് നമ്മുടെ പാരന്റ്സിന്റെ അടുത്തായിരിക്കും. അപ്പൊ അത് ആസ് എ ടീച്ചർ നമ്മുടെ റോളും അത് തന്നെയാണ്. നമുക്ക് മനസ്സിലാവും കുട്ടികളില്, അതായത് ഇപ്പോ 3 വയസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങള് ഒരു 6 വയസ്സുകാരൻ 3 വയസ്സുകാരന്റെ പോലുള്ള രീതികളെ ചെയ്യുന്നെങ്കിൽ അവന്റെ ആ ഒരു ഏജ്, ശരിക്കും ആ ഒരു ക്രോണോളജിക്കൽ ഏജും മെന്റൽ ഏജും തമ്മിലുള്ള ഡിഫറൻസ്, മനസ്സുകൊണ്ട് അവൻ 3 വയസ്സിൽ നിൽക്കുക, 6 വയസ്സിലേക്ക് എത്തിയിട്ടില്ല അല്ലെ.
അതൊക്കെ ഒരു ഡിസോർഡർ തന്നെയാണ്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ വലിയ രീതിയിലേക്കുള്ള വരുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നു, നമ്മൾ ഗൈഡ് ചെയ്യുകയും ചെയ്യണം പാരന്റ്സിനെ. അത് ചിലപ്പോ 2-3 സിറ്റിംഗ് കൊണ്ട് തന്നെ നടക്കും. പ്ലീസ്. പിന്നെ മിസ്സേ, ഇവിടെ എൻ്റെ ഒരു കസിന്റെ മോൻ, അവന് ഈ 2 വയസ്സ് കഴിഞ്ഞു, പക്ഷെ നല്ലപോലെ സംസാരിക്കുന്നില്ല. സ്പീച്ച് തെറാപ്പിക്കൊക്കെ 2-3 ദിവസം കൊണ്ടുപോയെങ്കിലും ഒന്നും നല്ലപോലെ സംസാരിക്കൂല. ഈ സംസാരിക്കാൻ പറ്റാത്തവര് സംസാരിക്കൂലേ, അതുപോലെ ആംഗ്യത്തിലൂടെയും അങ്ങനെയൊക്കെയാണ് പറയണത്. 2 വയസ്സല്ലേ? 2 കഴിഞ്ഞു. വീട്ടിലാരൊക്കെയുണ്ട്? അധികം ആളുകളുള്ള വീടാണോ? ഇവിടെ എല്ലാരും ഉണ്ട്. തൊട്ടടുത്ത വീട്, എല്ലാം ഫാമിലീസ് ആണ്. കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആരായിരുന്നു കൂടുതൽ സമയം? അത് അമ്മ തന്നെ. അമ്മ തന്നെ കൂടുതലും. ഏത് ഏജിലാ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? 1.5 വയസ്സായപ്പോഴേ സാധാരണ എല്ലാരും ഒന്ന് സംസാരിച്ചു തുടങ്ങുമല്ലേ, ഇവൻ അങ്ങനെ അധികം ഒന്നും സംസാരിക്കാറില്ല. എന്തെങ്കിലും സാധനത്തിന്റെ പേര് അത് വേണോന്ന് അങ്ങനെ ഒന്നും പറയൂലായിരുന്നു. അങ്ങനെയാണ് ഇപ്പം 1.5 വയസ്സ് കഴിഞ്ഞ് 2 ആവണേന് മുമ്പാണ് മൂത്ത മോനും ഈ കുഞ്ഞ പോലെ സംസാരം തെളിയൂലായിരുന്നു. അങ്ങനെ അവനെ കൊണ്ട് സ്പീച്ച് തെറാപ്പി ചെയ്തായിരുന്നു. അപ്പൊ അവന് വ്യത്യാസമുണ്ട്. ഈ ഇളയ ആള് ഒട്ടും സംസാരിക്കുന്നില്ല ഇതുവരെ. അവന് വ്യത്യാസം ഉണ്ടാവും. 2.5 വയസ്സ് ആയെന്നല്ലേ പറഞ്ഞത്. നമ്മൾ അവൻ സംസാരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അവൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ തന്നെ അവൻ നമ്മളുടെ ലിപ് മൂവ്മെന്റ് നോക്കണം. കറക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും അവന്റെ നേരെ കൈ നീട്ടുക, അല്ലെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന തരാൻ പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവന്റെ റെസ്പോൺസ് അതൊന്ന് ചെക്ക് ചെയ്യണം. അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങളിപ്പോ പോകുന്ന സ്ഥലം കുഴപ്പമില്ലാത്ത സ്ഥലമാണോ? മീൻസ് സെഷൻസിന് പോയത്? ഇവിടെ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇത് ചെയ്തതാണ്. ശരി. ചിലപ്പോ സമയം എടുക്കും ചില കുട്ടികളില്, അതുകൊണ്ടായിരിക്കും. ഇനി കുട്ടികളുണ്ടോ വീട്ടില് വേറെ പ്രായത്തിലൊക്കെ ഉള്ള? ഉണ്ട്. ഇവിടെ എന്റെ മോളുണ്ട്, അവന്റെ തന്നെ ചേട്ടനുണ്ട്. അവര് ഒരുമിച്ച് കളിക്കാറുണ്ടോ? കളിക്കാറൊക്കെ ഉണ്ട്. നോക്കാം, നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുമായിരിക്കും. നമ്മളുടെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ വരുമ്പോ കളേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. കളേഴ്സ് കാണിച്ചു കൊടുക്കുമ്പോൾ അവന് റെസ്പോണ്ട് ചെയ്യുന്നത് അങ്ങനെ. കാരണം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ വൈബ്രന്റ് കളേഴ്സിനോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തോ കേൾക്കുന്നത് അത് കുഴപ്പമില്ല, കേൾക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മള് യൂണിറ്റ് 4 ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബുദ്ധിയിലെ ഡെവലപ്മെന്റിൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ഡെവലപ്മെന്റിലേക്കും റിഫ്ലക്ട് ചെയ്യും. അതാണ് ഇങ്ങനെ പ്രഗ്നന്റ് ടൈമില് ടെൻഷനൊക്കെ ഉണ്ടാവുമ്പോഴാണോ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്? എന്റെ എപ്പോഴത്തുള്ളൊരു ഡൗട്ടായി, എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വരുന്നുള്ളത്. അതുപോലെ പ്രഗ്നന്റ് ആവുമ്പോൾ ആ ഒരു ടൈമിലും ഉണ്ടാകാം. അതുപോലെ തന്നെ ഡെലിവറി ടൈമിൽ ചില കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അങ്ങനെ ഉണ്ടാകാം. പിന്നെ ജനറ്റിക് ആയിരിക്കാം, ഹെറിഡിറ്ററി. നമ്മുടെ പാരമ്പര്യമായി ആർക്കെങ്കിലും, അത് തൊട്ട് അച്ഛനോ അമ്മയ്ക്കോ അല്ല, നമ്മുടെ തലമുറയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ജനറ്റിക് ആയിട്ട് അത് വരാം. ബ്രെയിനിന്റെ ഒരു ഡീഫോർമേഷൻ. പിന്നെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ പ്രഗ്നൻസി ടൈമിൽ അമ്മയ്ക്ക് വന്ന് ഇച്ചിരി സിവിയർ ആകുന്ന കേസിൽ ചിലപ്പോൾ അത്. പക്ഷെ ഇപ്പോഴത്തെ ടെക്നോളജിക്ക് ഒത്തിരി മാറിയല്ലോ, മെഡിക്കൽ ടെക്നോളജിക്ക് നല്ലപോലെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മള് പ്രഗ്നൻസി ടൈമിലൊക്കെ ചില വാക്സിനേഷൻ നമ്മൾ എടുക്കുമല്ലോ, ചില മെഡിസിൻസ് എടുക്കുന്നതും അതൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ തൈറോയ്ഡ് ചെക്ക് ചെയ്യലും ഒക്കെ ചെയ്യാറൊക്കെ ഉണ്ടല്ലോ, മിക്ക പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ. അല്ലാതെയൊക്കെ വരുന്നത് പലപ്പോഴും ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കാം, പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കാം, ഡെലിവറി ടൈമിൽ എന്തെങ്കിലും
മെഡിക്കൽ ഇതിൽ എന്തെങ്കിലും ഒരു പിഴ വരാം. പക്ഷെ അതൊക്കെ ഇപ്പൊ വളരെ കുറവാണ് കേൾക്കുന്നത്. എന്റെ ആന്റിയുടെ മോനുണ്ട് മിസ്സേ. ആന്റിക്ക് ഡെലിവറി ടൈമിൽ എന്തോ പ്രശ്നം ഉണ്ടായതാണ്. അവനിപ്പോ 24 വയസ്സായി. പക്ഷെ ബുദ്ധി നമ്മളെല്ലാം പറയുന്ന എല്ലാം അവന് മനസ്സിലാവും. എല്ലാം ചെയ്യുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൻ ഓക്കെയാണ്. പക്ഷെ ഒരു കൈ റൈറ്റ് ഹാൻഡ് അവൻ ഒന്നും ചെയ്യില്ല. ഒരേ രീതിയിൽ തന്നെ വെച്ചിരിക്കുക. പിന്നെ നടക്കുന്നതിനൊരു ചെറിയ ഇത്. പക്ഷെ ആൾക്ക് നല്ല സ്നേഹമാണ് എല്ലാരോടും. ഇപ്പൊ നമ്മളൊരു മുറി കയറി ഫാനോ ലൈറ്റോ സ്വിച്ച് എങ്ങാനും ഓഫ് ആക്കാതെ പോയ ആള് വന്ന് ഓഫ് ചെയ്യും. അങ്ങനെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചിട്ടയാണ്. പക്ഷെ ആ ഡെലിവറി ടൈമില് ആന്റി ആ ഡെലിവറിയുടെ ടൈം ആയപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നത്. അതിന് മുമ്പ് എറണാകുളത്തായിരുന്നു. അപ്പൊ അവരത് വേണ്ട കെയർ കൊടുത്തില്ല. ആന്റിക്ക് പെയിൻ ഉണ്ടായിട്ടും ഇവരത് ശ്രദ്ധിക്കാതെ പിന്നെയും പെയിൻ വരാനുള്ള മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അവര് സിസേറിയൻ ചെയ്തു. അപ്പൊ കുഴപ്പമായി. 40 ദിവസത്തിന് മുകളിൽ കൊച്ചിനെ കാണാൻ പോലും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ട് അവന്. ആന്റിയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഫുഡൊക്കെ തന്നെ കഴിക്കും. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് കഴിക്കുന്നത്. മനസ്സിലായി. എഴുതുന്നതോ ലെഫ്റ്റ് ഹാൻഡാ? എഴുതുന്ന എല്ലാം ലെഫ്റ്റ് ഹാൻഡാ. റൈറ്റ് ഹാൻഡ് ഒരേ ഇതിൽ തന്നെ വെച്ചിരിക്കും. അത് അനക്കത്തേ ഇല്ല. ഇങ്ങനെ വളഞ്ഞ് ഒരേ ഡയറക്ഷൻ തന്നെ ഇരിക്കും അത്. അതുകൊണ്ട് ഒന്നും ചെയ്യത്തില്ല ആ കൈ കൊണ്ട്. നമ്മൾക്ക് അങ്ങനെ അല്ലെ, നമ്മള് കുറെ കാര്യങ്ങളിൽ ബ്ലെസ്ഡ് ആണ്. പക്ഷെ അതില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് അല്ലെ. ഓക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ 2 പാരഗ്രാഫ് ആദ്യത്തെ ആരെങ്കിലും ഒന്ന് വായിക്കാം. വായിക്കാം മാം. The capacity of the child to integrate her reflex action according to the stimulus is the beginning of cognitive development. It represents the process of learning and adjusting to the environment. Around 6 months of age, children achieve the capacity to focus their eyes on interesting objects in their environment. They even follow the movement of the object with their eyes when children hear the word elephant. The mental picture most children get is of an gained animal with a long trunk and big ears. They learn about all the things they say around them. They continuously manipulate, experiment, try out, explore, discover, and learn about objects and people surrounding them. നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചോളൂ. As cognitive development proceeds and children's thinking ability, their vocabulary also increases to include comparative terms such as big, small, tall, short. They also include spatial terms such as above and below, near and far in their speech. The language children use clearly reflects the level of their cognitive development. Children in the 3 to 6 years age group talk and understand about things that they touch, see, hear, or experience through their senses. They cannot understand or talk about abstract things such as honesty. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് ചിന്തിക്കാനും റീസൺ ചെയ്യാനും, ടു തിങ്ക് ആൻഡ് റീസൺ, ആ ഒരു എബിലിറ്റിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എന്തെങ്കിലും ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ അതേക്കുറിച്ച് അവരിങ്ങനെ ആലോചിക്കും. ഇപ്പൊ ആനയെ കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് ആനയുടെ രൂപം മനസ്സിലേക്ക് വരുമല്ലേ. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ആന എന്ന് പറയുമ്പോൾ അതിന്റെ മനസ്സിലേക്ക് ആ ജയന്റ്, ആ ഒരു വലിപ്പമുള്ള ഒരു അനിമൽ, അങ്ങനെയുള്ള ഒരു അനിമൽ എന്നുള്ളൊരു ഫീല് അത് വരും. വലിയ തുമ്പിക്കൈയും ചെവിയൊക്കെ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുള്ളതൊക്കെ കുട്ടിക്ക് മനസ്സിലാകും. പിന്നെ ഡോഗ് എന്ന് പറയുമ്പോഴും ക്യാറ്റ് എന്ന് പറയുമ്പോഴും വൺസ് അവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെപ്പറ്റി ആ ഒരു ഇമേജ് അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ ബിഗിനിങ് അവർ ഓരോന്ന് കണ്ട് അവരുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ. അവർക്കൊരു നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ അവര് ഓരോ സാധനങ്ങളെയും കണ്ട് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഇവർ അതിലേക്ക് വളരെ കോൺസെൻട്രേഷനോട് കൂടി നോക്കും. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ തൊട്ടിന്റെ മുകളിൽ ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടില്ലേ, ഇങ്ങനെ കറങ്ങുന്നേ, ചില ശബ്ദമൊക്കെ ആയിട്ട്, അതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അവരുടെ കിളിക്കാപ്പട്ടി, അവരുടെ ഫസ്റ്റ് ടോയ് എന്ന് പറയുന്നത് അതിനോടൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ശബ്ദം, പിന്നെ നല്ല കാണാൻ നല്ല വൈബ്രന്റ് കളറിലുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ ഒരു കളർ എല്ലാവർക്കും വളരെ അട്രാക്റ്റീവ് ആയിരിക്കും.
അതാണ് ഇപ്പൊ എലിഫന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ചെറുപ്പത്തിൽ പിള്ളേർക്കൊക്കെ ആന എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരിക്കും. നല്ല വലുപ്പമുള്ള ഒരു ജീവിയല്ലേ, ഒരു ജയന്റ് ആനിമൽ. പിന്നീട് ആന എന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ പിക്ചർ വരും. അവരുടെ ബ്രെയിനിൽ ആ പിക്ചർ അവർ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ചെവി തുമ്പിക്കയുമായിട്ട് ചിലപ്പോ ആനയെ പോലെ അവരിങ്ങനെ കുലുങ്ങി നമ്മൾ അവരോട് അതേപോലെ ശബ്ദം ഉണ്ടാക്കുവോ, നമ്മൾ ആനയുടെ പോലെ ആക്ഷൻ ഒക്കെ കാണിക്കുവാണെങ്കിൽ അവരും അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി എക്സ്പെരിമെന്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ കാണാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് പുറത്തേക്ക് പോകാൻ നല്ല ഇഷ്ടമാണല്ലേ. വീട്ടിനകത്തിരിക്കുന്നതിനേക്കാളും അവർക്ക് പുറത്തു പോവുക, എക്സ്പ്ലോർ ചെയ്യുക. ആദിമ മനുഷ്യരും അങ്ങനെ തന്നെയായിരുന്നു. അവർ എക്സ്പ്ലോർ ചെയ്താണ് ഇന്നത്തെ AI യുഗത്തിൽ എത്തിയത് മനുഷ്യര്, അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ, ഒരു അവധി കിട്ടിയാൽ ഒന്നിലേക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകും. അങ്ങനെ എക്സ്പ്ലോറേഷൻ എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. അപ്പൊ കുഞ്ഞുങ്ങളിലും അത് ചെറുപ്പം തുടങ്ങിയ എല്ലാ ഹ്യൂമൻ ബീയിങ്ങിലും ഉള്ളതാണ്. അവർക്ക് പുതിയ പുതിയ കാഴ്ചകൾ കാണുക, അങ്ങനെയൊക്കെ വളരെ ഇഷ്ടമാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതോറും കുട്ടികളുടെ ചിന്തിക്കാനുള്ള കഴിവ്, അവരുടെ ലാംഗ്വേജും ഇൻക്രീസ് ചെയ്യും. അവര് കമ്പയർ ചെയ്തുള്ള ടേംസ് ഒക്കെ പറയുന്നു, വലുത്, ചെറുത്, പിന്നെ ടോൾ, ഷോർട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പാരിസൺ ഒക്കെ അവർക്ക് മനസ്സിലാവും. താഴെ, മോളിൽ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയാനൊക്കെ അവർക്ക് അറിയാൻ പറ്റും. എബോവ് ആൻഡ് ബിലോ എന്നുള്ള സ്പെഷ്യൽ ടേംസ് എല്ലാം അവർ യൂസ് ചെയ്യും. അതായത് ഒന്നിന്റെ മുകളിലാണ്, അങ്ങനെ ഒരു സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയെല്ലാം പറയും. പിന്നെ നിയർ, ഫാർ, അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ സ്പീച്ചിൽ ഉൾപ്പെടുത്തും. പിന്നെ നമുക്കറിയാം ചെറിയ പ്രായത്തിൽ അവർക്ക് ചിലപ്പോൾ ഗ്രാമർ ഒന്നും കറക്റ്റ് ആവില്ല. നാളെ വന്നു, അങ്ങനത്തെ രീതിയിലൊക്കെ പറയും. കഴിഞ്ഞു പോയതിനെയും വരാൻ പോകുന്നതിനും അങ്ങനെ കണക്ട് ചെയ്ത് ഗ്രാമറൊക്കെ അവർക്ക് കറക്റ്റ് ആവണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പൊ ഇവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. 3-6 വയസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികള് നല്ലപോലെ സംസാരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് കാണുന്നതും കേൾക്കുന്നതും ടച്ച് ചെയ്യുന്നതും എല്ലാ സാധനങ്ങളും അവർക്ക് മനസ്സിലാകും. അവരത് അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അവരുടെ സെൻസിറ്റീവ് പീരീഡ് ആണ്. ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ അവരവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. കണ്ട്, കേട്ട്, തൊട്ട് നോക്കി, ചിലത് നിലത്ത് കുത്തി നോക്കി, എറിഞ്ഞു നോക്കി, കടിച്ചു നോക്കി, അങ്ങനെയൊക്കെ അവരവരുടെ സെൻസസ് യൂസ് ചെയ്യാം. പക്ഷേ അവർക്ക് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, ടാൻജിബിൾ ആയിട്ടുള്ള ഐറ്റംസ്, കാണാൻ പറ്റുന്നത്, എടുക്കാൻ പറ്റുന്നത്, തൊട്ട് നോക്കാൻ പറ്റുന്നത്, അങ്ങനെ കണ്ട് ഇതാകാനുള്ളതൊക്കെ അവർക്ക് മനസ്സിലാകും. അതേസമയം മനസ്സിൽ ഊഹിച്ച് ചെയ്യാനുള്ള അബ്സ്ട്രാക്ട് ഐഡിയാസ് ഒന്നും അവർക്ക് കിട്ടില്ല. അവരോട് നിങ്ങൾ സത്യസന്ധരായിരിക്കണം, കള്ളം പറയരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അത് പിടികിട്ടില്ല. പക്ഷെ അതേസമയം നമ്മൾ അവരോട് അതൊരു കഥയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ അവരുടെ ഉള്ളിലേക്ക് കയറും. അല്ലാതെ കുട്ടിയെ പേടിപ്പിച്ച് കള്ളം പറഞ്ഞാൽ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് അടി കിട്ടും, സത്യസന്ധരായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു പിടിയും കിട്ടില്ല. എന്തായി പറയുന്നത് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളോട്, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട്. അതേസമയം നമ്മൾ അവരോട് കഥകൾ പറഞ്ഞു കൊടുക്കുക, നല്ല മോറൽ വാല്യൂസ് കിട്ടുന്ന രീതിയിലുള്ള കഥകളിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് പിടികിട്ടും. ഇങ്ങനെ ഇങ്ങനെ പാടില്ല എന്നുള്ളത്, ഇതാണ് നല്ലത്, ഗുഡ് എന്നുള്ളത് ഇതാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർക്ക് മനസ്സിലാക്കും. അതാണ് കോൺക്രീറ്റ് ഐഡിയാസും അബ്സ്ട്രാക്ട് ഐഡിയാസും തമ്മിലുള്ള വ്യത്യാസം. വലിയ പ്രായമാകുമ്പോൾ, കുറച്ചുകൂടെ പ്രായം, ഒരു 7 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഇവർക്ക് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഒക്കെ കിട്ടും. അതായത് നമ്മൾ മാത്സ് പഠിപ്പിക്കുമ്പോൾ, നമ്മളിത് ചെറിയ ക്ലാസ്സുകളിൽ സബ്ട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, നിന്റെ കയ്യില് കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുക്കും, ഒരു 5 ചോക്ലേറ്റ്സ് ഉണ്ട്, ഇതിൽ നിന്ന് 2 എണ്ണം ഫ്രണ്ടിന് കൊടുത്തു, ബാക്കി എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം എടുത്ത് ഫ്രണ്ടിന് കൊടുത്തു കഴിയുമ്പോൾ കുട്ടിക്ക് അറിയാം കയ്യിൽ ബാക്കിയുള്ളത് കൗണ്ട് ചെയ്ത് അത് പറയും 3. ഇതേ കാര്യം ഈ ചെറിയ കുട്ടിയോട് ചോക്ലേറ്റ് ഒന്നും കൊടുക്കാതെ പറയുവാണെങ്കിൽ അതിന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടില്ല. അതുകൊണ്ടാണ് കോൺക്രീറ്റ് ഐഡിയാസ് ആണ് ഇവർക്ക് ചെറിയ പ്രായത്തിൽ പറ്റുള്ളൂ. അതേസമയം കുറച്ചുകൂടി പ്രായമായ കുട്ടികൾക്ക് മനസ്സിന് അസംഷനിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് അവരുടെ അബ്സ്ട്രാക്ട് ഐഡിയാസ് മനസ്സിലാക്കുന്നതിന്റെ ഡെവലപ്മെന്റ് ആണ്. ക്ലിയർ ആയോ? ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ അടുത്ത് നമ്മൾ വലിയ ലെക്ചർ ക്ലാസ് നടത്തിയിട്ട് കാര്യമില്ലല്ലോ, അവരെ ആക്ടിവിറ്റീസിലൂടെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സ് 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മള് ആക്ടിവിറ്റീസ് അതുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് തിയറി പഠിപ്പിക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പ് അല്ല. അല്ലെങ്കിലും ഒരു സബ്ജക്റ്റും തിയറി പഠിപ്പിച്ച് കഴിഞ്ഞാൽ തലയ്ക്കകത്തേക്ക് കയറാൻ ഇച്ചിരി പാടാം. അതിപ്പോ എല്ലാം
ചൈൽഡ് സെന്റേഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ടീച്ചേഴ്സ് എല്ലാവരും എടുക്കുന്നത്. ഇന്ററാക്റ്റീവ് സെഷൻ, കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അവരുടെ ഐഡിയാസ്. ഭയങ്കര ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആണല്ലേ കുട്ടികൾ എന്ന് പറയുന്നത്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ളതാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ മക്കളും. അവരുടെയൊക്കെ നമ്മള് സ്പെഷ്യൽ കുട്ടികളുടെ കേസ് പറഞ്ഞപ്പോഴും പറഞ്ഞു അവർക്ക് വേറെ കഴിവുകളുണ്ട്. ഇപ്പം ആരാ പറഞ്ഞ, സൂചിയാണോ പറഞ്ഞത്, ആരാ പറഞ്ഞ ഒരു മോന്റെ കാര്യം, ഒരു കൈയുടെ പ്രശ്നം. പക്ഷെ അവൻ ബാക്കി ഭയങ്കര ഒബ്സർവേഷനാണ്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. കറണ്ട്, ലൈറ്റ്, ഫാനോ, അതെല്ലാം അത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ അവനുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഓരോ കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഉള്ളിലും പല രീതിയിലുള്ള പൊട്ടൻഷ്യൽസ് ഉണ്ട്. അപ്പൊ അത് ട്രിഗർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇത് ചെറിയ കുഞ്ഞുങ്ങളിലെ, വലിയ കുട്ടികളെ നമുക്ക് പിന്നെയും അത് പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്ത് കാണും. ചെറിയ കുട്ടികളിലെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അവരെ അതുപോലെ നിരീക്ഷിക്കണം. നല്ല ഒബ്സർവേഷൻ നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് ചെറിയ കുട്ടികളിലെ ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ആ ഒരു 3 to 6 year ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് അവരോട് കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവരോട് സംസാരിച്ച് അല്ലെങ്കിൽ അവരെ കേട്ട് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പിടികിട്ടും ആൾക്ക് ഇതുണ്ട്. പിന്നെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയോ വരയ്ക്കുകയോ ചെയ്യുവാണെങ്കിൽ അവരുടെ അടുത്ത് ചെന്നിരുന്ന് അവരെന്താ ചെയ്യണേന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ. ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത് ഫുൾ പുറത്തേക്ക് വരുള്ളൂ. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുകയോ അവരെ ധൃതി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് അതൊന്നും പുറത്തേക്ക് വരില്ല. ആ രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ. ഡെലിക്കേറ്റ് ആണ്, സെൻസിറ്റീവ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അവർക്ക് കോൺക്രീറ്റ് ഐഡിയാസ് മാത്രമേ ഉള്ളൂ. അതായത് കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും തൊട്ട് നോക്കാൻ പറ്റുന്ന ഐഡിയാസേ അവർക്കുള്ളൂ. അതേസമയം കുറച്ചുകൂടെ വലുതാവുമ്പോൾ ആണ് അബ്സ്ട്രാക്ട് ഐഡിയാസ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റില് ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ലാംഗ്വേജിനെ ബാധിക്കാം, മൂവ്മെന്റിനെ ബാധിക്കാം, സോഷ്യലൈസ് ചെയ്യുന്നതിനെ ബാധിക്കാം, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിനെ ബാധിക്കാം. നമ്മുടെ ബുദ്ധിക്ക് ഒരു പ്രശ്നം വന്നാലാണല്ലോ നമ്മുടെ ഇമോഷൻ എക്സ്പ്രസും ലാംഗ്വേജും എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം ബാക്കി എല്ലാത്തിലേക്കും റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇല്ലേ? ബൈ, താങ്ക് യു. സൈൻ ഔട്ട് പറഞ്ഞോട്ടെ. പറയൂ. Thank you everyone for joining today's class. We had a great session starting with chapter on cognitive development with Jisha ma'am. I also wanted to thank the students who completed and submitted their tasks today. You all did an amazing job. Thank you Jisha ma'am and thank you friends. We can now sign out of the session. Thank you. Thank you, miss. Thank you, ma'am. Thank you, miss. Thank you, miss. മാം ഞങ്ങളിപ്പം ഫുൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് മാം കേട്ടോ. വെരി ഗുഡ്. നമുക്ക് ക്ലാസ് ഇംഗ്ലീഷിലാകണോ? അല്ല, ഞങ്ങള് ഇംഗ്ലീഷ് CBSE സ്കൂളിലൊക്കെ ആയിരിക്കുമല്ലോ മാം മിക്കവാറും പോകുന്നത് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ. അപ്പൊ ഇംഗ്ലീഷ് അപ്പൊ ഇന്നലെ ജോബ് സാറോട് സംസാരിച്ചപ്പോൾ ജോബ് സാർ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചാക്കാം. അപ്പൊ ഞങ്ങളുടെ ചാറ്റിംഗ് ഇപ്പൊ ഫുൾ ഇംഗ്ലീഷാണ് മാം. ഏറ്റവും നല്ലതാട്ടോ അത്. ചാറ്റ് ബോക്സിൽ നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് ഉപയോഗിക്കാതിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് നമുക്ക് ലാംഗ്വേജ് തന്നെ ഡെവലപ്പ് ആവും. അതെ, ഇപ്പൊ ഞങ്ങളുടെ ചാറ്റിംഗ് ഫുൾ ഇംഗ്ലീഷ്. എല്ലാവരും നമുക്കറിയില്ല, തെറ്റായിരിക്കും പകുതിയും, പക്ഷെ ഞങ്ങൾ ഫുൾ ഇപ്പൊ ഇംഗ്ലീഷിലാണ് ഫുള്ള് പറയുന്നത്. വെരി ഗുഡ്. ഓക്കെ മാം.